ആദ്യം ഖുർആനിൽ നിന്ന് തെളിവുകൾ ഉദ്ധരിക്കാൻ നോക്കി. കാരണം ഖുർആനിൽ തന്നെ മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഹദീസുകളിൽ നിന്ന് ഉദ്ധരിക്കാൻ നോക്കി. ഹദീസിൽ നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഇതിനൊന്നും സാധിക്കുകയില്ല എന്ന് കാണുന്ന ആളുകൾ പിന്നീട് അയിമ്മത്തുകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അവരോട് ഇമാം ഷാഫി റളിയല്ലാഹു പഠിപ്പിക്കുന്നു. ഇമാം ഷാഫി റഹിമഹുള്ളയെ പോലുള്ള ആളുകൾ നമ്മുടെ ഈ നബിദിനൊക്കെ പോലെയുള്ള ബിദ്അത്തുകളൊക്കെ അനുകൂലിച്ചിട്ടുണ്ട്. പുതുതായി ഉണ്ടായ കാര്യങ്ങളെ രണ്ടായി വിഭജിക്കാം. അതിനൊക്കെ അവർ ബിദ്അത്തുൻ ഹസനയായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പറയാത്തതായ ഉദ്ദേശിക്കാത്തതായ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ വാർത്തല്ല നബിദിനത്തിന്റെ സ്റ്റേജ് ഇങ്ങനെ കിട്ടണം അടിച്ചാപ്പൊളി പരിപാടികളാണ്. നല്ല പരിപാടി കുറെ നേരം ഞങ്ങൾ എല്ലാവരും തുടങ്ങിയിട്ട് പല റസൂലിന്റെ നബിദിനം കഴിച്ചിട്ടില്ല, മറ്റൊരു കഴിച്ചിട്ടില്ല, ഷമീർ കഴിച്ചിട്ടില്ല. പിന്നെ ശിഹാബുദങ്ങൾക്ക് കിട്ടാത്ത സ്വർഗ്ഗം മക്കളെ നമുക്ക് വേണ്ട, ജെപിസാന് കിട്ടാത്ത സ്വർഗ്ഗം നമുക്ക് വേണ്ട, ജിബ്രീദങ്ങൾക്ക് കിട്ടാത്ത സ്വർഗ്ഗം നമുക്ക് വേണ്ട. അതൊരു കാര്യമില്ല. കാരണം എന്താ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹോദരങ്ങളെ, നബിദിനാഘോഷം പോലെയുള്ള ഒരു ബിദ്അത്തായ ആഘോഷം അത് ഇസ്ലാമിലുള്ളതാണ്, ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ചിലർ നടത്തുന്ന വിഫല ശ്രമത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് അഇമ്മത്തുകൾ അവരുടെ ബിദ്അത്തുകൾക്ക് അവരുടെ എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുക എന്നുള്ളത്. ആദ്യം ഖുർആനിൽ നിന്ന് തെളിവുകൾ ഉദ്ധരിക്കാൻ നോക്കി, ഹദീസുകളിൽ നിന്ന് ഉദ്ധരിക്കാൻ നോക്കി. ഇതിനൊന്നും സാധിക്കുകയില്ല എന്ന് കാണുന്ന ആളുകൾ പിന്നീട് അയിമ്മത്തുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് പോലെയാണ്, നമ്മൾ പറഞ്ഞതുപോലെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി മഹാനായ ഇമാമുൻ അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞ പുതിയൊരു കാര്യമാണ്. ഇമാം ഷാഫി റഹിമഹുള്ളയെ പോലുള്ള ആളുകൾ നമ്മുടെ ഈ നബിദിനൊക്കെ പോലെയുള്ള ബിദ്അത്തുകളൊക്കെ അനുകൂലിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവർ ബിദ്അത്തുൻ ഹസനയായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പറയാത്തതായ കാര്യങ്ങൾ, അവരുദ്ദേശിക്കാത്തതായ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് അവർ ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മനാഖിബ് ഷാഫിഈൽ അദ്ദേഹത്തെ തൊട്ട് ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇബാറത്ത് വായിച്ചുകൊണ്ട് ഉള്ള ദുർവ്യാഖ്യാനം. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ആ ഇബാറത്ത് പൂർണ്ണമായി വായിക്കുന്ന ഒരാൾക്ക്, അതേപോലെ തന്നെ ശരീഅത്തിൻ്റെ അടിസ്ഥാനങ്ങളും അതുപോലുള്ള മറ്റ് തെളിവുകൾ നോക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന കാര്യത്തിന് യാതൊരു തെളിവുമില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ആളുകൾക്കെതിരെയാണ് ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടാൻ സാധിക്കും. ഇമാം ഷാഫി റഹിമഹുള്ളയായിട്ട് പറഞ്ഞതായിട്ട് ഈ സാബി ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. ബിദ്അത്ത് കൊണ്ടുള്ള വിവക്ഷയും എന്താണ് ബിദ്അത്ത് എന്നും അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോട് ഇമാം ഷാഫി റളിയല്ലാഹു പഠിപ്പിക്കുന്നു, അൽ മുഹ്ദസാതു മിനൽ ഉമൂരിൽ അർബാൻ, പുതുതായി ഉണ്ടായ കാര്യങ്ങളെ രണ്ടായി വിഭജിക്കാം. ഒന്ന്, പ്രമാണങ്ങളായ ഖുർആന്, സുന്നത്ത്, അഥർ, ഇജ്മാ എന്നിവക്ക് വിരുദ്ധമായി ദീനിൽ പുതുതായി കൊണ്ടുവരുന്നതാണ്. ഫഹാദിഹിൽ ബിദ്അത്തുൽ ളലാല, ഇത് പിഴച്ച ബിദ്അത്താണ്. തനിക്കെതിരെയുള്ള ഒരു കാര്യമാണ് ഈ വായിച്ചത് എന്ന് പോലും തിരിച്ചറിയാതിരിക്കുകയോ അതല്ലെങ്കിൽ മനഃപൂർവ്വം കൊട്ടിമട്ടുക ചെയ്യാണ്. എന്താണ്? ഖുർആനിനും സുന്നത്തിനും ഇജ്മാഇനുമൊക്കെ എതിരായിട്ടുള്ള ഒരു കാര്യം, അതാണ് അത്തരത്തിലുണ്ടായ പുതിയ കാര്യമാണ് ബിദ്അത്തുൻ ളലാല, വഴികേടായിട്ടുള്ള ബിദ്അത്ത് എന്നാണ്. എന്നാൽ ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നു. അതിലാണ് ഇവർക്ക് എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പകുതി വായിച്ച് നിർത്തിയത്. എന്താണത്? മാ ഹദീസ മിനൽ ഖൈർ, ചില നന്മയുള്ള കാര്യമാണ്. ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിൻ ഹാദ, ഈ പറയുന്ന കാര്യങ്ങളോടൊന്നും എതിരല്ല. അതായത് ഖുർആനിനെതിരല്ല, സുന്നത്തിനെതിരല്ല, ഇജ്മാഇനെതിരല്ല, സ്വഹാബികളാരും എതിർത്തിട്ടോ ഒന്നുമില്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. വഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ, ഇതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇത് പുതുതായുള്ള കാര്യമാണെങ്കിലും ഇത് ആക്ഷേപാർഹമായ ഒരു കാര്യമല്ല എന്ന് പറയാം. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് നേരെ ഇയാൾ പോകുന്നത് കണ്ടില്ലേ, നബിദിനത്തിന് വേണ്ടി നമുക്ക് ഇത് തെളിവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നബിദിനം തള്ളേണ്ട ബിദ്അത്താണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നബിദിനം എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രമാണങ്ങൾക്ക് എതിരാവുന്നത് എന്ന് പറയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റഹിമഹുള്ളയെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആക്ഷേപാർഹമല്ലാത്ത പുതുതായിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഉദ്ദേശിച്ചത് എന്താണ്? അത് ഖുർആനിൽ നേരത്തെ സ്ഥിരപ്പെട്ട കാര്യമാണ്, അതിനെതിരായിട്ടുള്ള കാര്യമല്ല. അതേപോലെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും, മുൻഗാമികൾ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഉദാഹരണ സഹിതം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വഖദ് ഖാല ഉമർ റളിയല്ലാഹു അൻഹു ഫീ ഖിയാമി ശഹ്രി റമളാൻ മാസത്തിലുള്ള തറാവിഹ് നിസ്കാരത്തിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. എന്താണ്? നിഅമത്തുൽ ബിദ്അത്ത് ഹാദിഹി, പുതിയൊരു ബിദ്അത്താണ്, എത്ര നല്ല ബിദ്അത്താണ് ഇത് എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു ഉദാഹരണം ഇവിടെ ഉണ്ടായിട്ട് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം
വളരെ കൃത്യമായി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ബിദ്അത്ത് എന്ന് പറയുന്നത് ഭാഷാപരമായ ബിദ്അത്താണെന്ന് വളരെ വ്യക്തമാണ്. ഇമാമിങ്ങളുടെ ഉദ്ധരണികൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ള കാരണം? പുതുതായി ഉണ്ടാക്കിയൊരു കാര്യമേ അല്ല. നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിസ്കരിച്ചിട്ടുള്ള കാര്യമാണ് റമളാനിൻ്റെ രാത്രിയിൽ തറാവീഹ് നിസ്കാരം എന്നുള്ളത്, ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവസാനിപ്പിച്ചത്. ഉമ്മത്തിങ്ങൾക്ക് അത് നിർബന്ധമാകുമെന്ന് അവിടുന്ന് ഭയപ്പെട്ടപ്പോൾ അവിടുന്ന് ഉപേക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി ആ ഭയം നീങ്ങി. ഇനി പുതുതായി വഹിയൊന്നും വരാനില്ല, നേരത്തെ സുന്നത്തായതിനൊന്നും നിർബന്ധമാകാൻ പോകുന്നില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ യുദ്ധവും മറ്റു പല കാര്യങ്ങളുമാണ്. 2 വർഷം മാത്രമാണ് അവിടുന്ന് ഭരണം നടത്തിയത്. അന്നേരം നടന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ആദ്യ കാലഘട്ടം നടക്കുന്നില്ല. പിന്നീട് സ്വഹാബികൾ ജമാഅത്തായി നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന തറാവീഹ് നിസ്കാരം നിർവഹിക്കുകയാണ്. ഈ നേരത്തെ തന്നെ ഖുർആനിലും സുന്നത്തിലുമുള്ള അതിനോട് എതിരാകാത്തതായ ഒരു പ്രവർത്തനം അത് തിരികെ കൊണ്ടുവന്നതിനാണ് എന്തു പറഞ്ഞത്? നിഅമത്തുൽ ബിദ്അത്ത് ഹാദിഹി, ഇതെത്ര നല്ല ബിദ്അത്താണ്. അതല്ലാതെ മുൻമാതൃകയില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത എന്തെങ്കിലുമൊക്കെ ഒരു കർമ്മം സഹാബികൾ ചെയ്തതിനെ അല്ല മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബിദ്അത്താണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഭാഷാപരമായ ബിദ്അത്താണ്. അതായത് തൊട്ടുമുമ്പത്തെ സമയത്ത് ഉണ്ടായിരുന്നില്ല, ശരിയാണ്, ആ നിലയ്ക്ക് തൊട്ടുമുമ്പ് ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ അത് നല്ല ബിദ്അത്ത് എന്ന രൂപത്തിൽ പറഞ്ഞത്. അതല്ലാതെ നബിദിനം കഴിക്കുന്നതിനെ കുറിച്ചല്ല, റാത്തീബ് കഴിക്കുന്നതിനെ കുറിച്ചിട്ടല്ല, അല്ലെങ്കിൽ ദീനിലില്ലാത്ത എന്തെങ്കിലുമൊക്കെ നിസ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടല്ല. സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്നത് ഒന്നുകൂടി വ്യക്തമാകണമെങ്കിൽ ഇതാ ഹാഫിദ് ബിൻ റജബ് റഹിമഹുല്ലയുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വഅമ്മ മാ വഖഅ ഫി കലാമി സലഫ് മിൻ ഇസ്തിഹ്സാനി ബഅദിൽ ബിദ്അ. നമ്മുടെ മുൻഗാമികൾ സലഫുകളുടെ വാക്കുകളിൽ നിന്ന് ചില ബിദ്അത്തുകൾ നല്ലതാണ് എന്ന ധ്വനി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ കാണുന്നത് എന്താണത്? ഫഇന്നമാ ദാലിക ഫിൽ ബിദ്അഇൽ ലുഗവിയ്യ, അത് ഭാഷാപരമായ ബിദ്അത്താണ് എന്നാണ് പറയുന്നത്. ല ശർഇയ്യ, ശർഇ ആയിട്ടുള്ള ബിദ്അത്തല്ല. എന്താണ് അതിന്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഉദാഹരണം? ഫമിൻ ദാലിക ഖൗലു ഉമർ റളിയല്ലാഹു അൻഹു ലമ്മ ജമഅ അന്നാസ ഫീ ഖിയാമി റമളാൻ അലാ ഇമാമിൻ വാഹിദിൻ ഫിൽ മസ്ജിദ്. അതിന്റെ ഉദാഹരണമായിട്ട് ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലയും കൊടുക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണമാണ്. അല്ലാതെ നബിദിനല്ല ഹാഫിദ് ഇബ്നു റജബ് കൊടുത്തിട്ടുള്ളത് നല്ല ബിദ്അത്താണെന്നുള്ളത്. നിങ്ങൾ ഈ നല്ല ബിദ്അത്താണെന്ന് പറഞ്ഞു, ഇമാം ഷാഫി പറഞ്ഞു, ഇമാം നവവി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ ഈ നബിദിനത്തിന് അവർ അനുമതി കൊടുത്തതല്ല ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ കൊണ്ടുവരേണ്ടത്, അല്ലെ? ഒരാൾക്ക് ഇത്രയും വലിയൊരു അമലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടു നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമുള്ളവരത് ചെയ്യൂ എന്ന് പറഞ്ഞ ആൾ ഏറ്റവും കുറഞ്ഞത് ഇതല്ലേ കൊണ്ടുവരേണ്ടത്? അല്ല, ഇങ്ങനെ ഇമാമിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല എന്ന് വളരെ വ്യക്തമാണ്. സഹോദരങ്ങളെ, അത് ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാകണമെങ്കിൽ, അഥവാ ഹാഫിദുൻ നവവി റഹിമഹുല്ലയെ പോലുള്ള ആളുകളൊന്നും ഉദ്ദേശിച്ചിട്ടുള്ള ഈ ബിദ്അത്തുകൾ ഇവർ ഒരു മാതൃകയും ഇല്ലാതെ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല എന്ന് വ്യക്തമാകണമെങ്കിൽ അവരുടെ മറ്റ് നിലപാടുകളോട് പരിശോധിക്കണം. അങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. അതല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു ആയത്തെടുത്ത് അതിനെ ദുർവ്യാഖ്യാനിക്കുക, ഹദീസ് എടുത്ത് ദുർവ്യാഖ്യാനിക്കുക, ഇതല്ല. അല്ലെങ്കിൽ ഇമാമിങ്ങളുടെ കിതാബുകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു വാചകങ്ങൾ അടർത്തിയെടുത്ത് അവരുടെ പൊതുവായ മൻഹജിനെക്കുറിച്ച്, രീതിയെക്കുറിച്ച് മറച്ചു വെക്കുക എന്നുള്ളതല്ല. അത് അയിമ്മത്തുകളെക്കുറിച്ച് പോലും ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമാകുന്ന കാര്യമാണ്. നോക്കൂ, അൽ ഹാഫിദ് നവവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഫതാവ നവവിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമുണ്ട്. അദ്ദേഹത്തോട് സലാത്തുർ റഗായിബിനെ കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ്, അല്ലെ? ഇനി ഹാഫിദ് നവവി റഹിമഹുല്ലയെ പോലുള്ള ആളുകളും ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലുള്ള ആളുകളൊക്കെ എന്താണ് ബിദ്അത്തുൻ ഹസന എന്ന് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ അവരുടെ അടുക്കൽ ദലാലത്തായ ബിദ്അത്ത് എന്താണ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്ന കാര്യമാണ്. അവിടെ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നുണ്ട്, സലാത്തുർ റഗായിബിൽ മഅറൂഫ ഫി അവ്വലി ലൈലത്തിൽ ജുമുഅ മിൻ റജബിൻ ഹൽ ഹിയ സുന്ന വ ഫളീല ഔ ബിദ്അ. ഇപ്പോൾ റജബ് മാസത്തിൽ എന്ത് സംഭവിക്കാറുണ്ട്? അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ, ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ അതിൻ്റെ രാത്രി ഒരു നിസ്കാരമുണ്ട്, ഗ്രഹ പൂർത്തീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് സലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞിട്ട് ഒരു നിസ്കാരമുണ്ട്. അല്ല, നിസ്കാരമാണ്, അല്ല, ഈ സാബിയുടെ ഒക്കെ അഭിപ്രായ പ്രകാരം നിസ്കാരമൊക്കെ ശരീഅത്തിനെതിരാണോ? നിസ്കാരം ശരീഅത്തിലുള്ളതല്ലേ? നിസ്കാരത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും മറ്റൊക്കെ അല്ലേ ചെയ്യുന്നത്, അള്ളാഹുവിനെ ആദരിക്കലല്ലേ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നബി റഹിമഹുല്ലയെ പോലുള്ള ആളുകൾ അത് ബിദ്അത്തുൻ ഹസനത്താണ് എന്ന് പറയുമെന്നായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ നോക്കൂ അദ്ദേഹത്തിന്റെ മറുപടി, ഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ അശദ്ദ ഇൻകാർ. അത് വളരെ മോശപ്പെട്ട ബിദ്അത്താണെന്നാണ് അദ്ദേഹം. അത്രയും കടുത്ത വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. കടുത്ത വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് പറയുന്നത്. മുസ്തമിത്തുൻ അലൽ മുൻകറാത്ത്, ഒരുപാട് തെറ്റുകളാണ് അത് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ശേഷം വളരെ വിശദമായിട്ട് അത് മുസ്ലിം ഭരണാധികാരിയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ട് അതൊക്കെ തടയേണ്ടതാണ്, അത് അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്നൊക്കെ സഹോദരങ്ങളെ പറയാൻ. എന്നിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന തെളിവ് എന്താണെന്ന് അറിയുമോ? അദ്ദേഹം പറയാണ്, വഖദ് സഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ അഹ്ദസ ഫീ ദീനിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്ത കാര്യം പുതുതായി കൊണ്ടുവരാണെങ്കിൽ തള്ളപ്പെടേണ്ടതാണ് എന്നാണ്.
ഇവർ വിചാരിച്ചത് ഇത് പിന്നീട് വഹാബികൾ കണ്ടുപിടിച്ച എന്തോ ഹദീസാണ്. അല്ല, മുൻഗാമികൾ ഇതേപോലുള്ള ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത നിസ്കാരങ്ങൾ ആളുകൾ കൊണ്ടുവന്നപ്പോൾ അതിന് മറുപടി പറയാൻ അവർ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. നിങ്ങളേറെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന അൽ ഹാഫിദ് നവവിയുടെ വാക്കുകളാണ് പറയുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് പറയാണ്. എന്നിട്ട് വീണ്ടും ഉദ്ധരിക്കുന്നു, വഫി സഹീഹിലുണ്ട് എന്താണ്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിച്ചു അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇല്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ബിദ്അത്തുൽ ദലാലയായിട്ട് ഇമാമിങ്ങൾ ഉദ്ധരിച്ചത് എന്തിനാണ്? നിസ്കാരത്താണ്. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട മറ്റെന്തെങ്കിലും പ്രവർത്തനത്തെയാണ്. ഒരു നിസ്കാരത്തെ സലാത്തുർ റഗായിബിനാണ്. ഇന്നും ഈ നിസ്കാരമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. അയിമത്തുകളുടെ കിതാബുകൾ കാണാനിട്ടോ അതല്ലെങ്കിൽ അയിമത്തുകളൊക്കെ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉദ്ധരിക്കുകയോ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹം വളരെ മനോഹരമായി പറയാണ്, വഫി സഹീഹി മുസ്ലിം വഗൈരി, സഹീഹ് മുസ്ലിമിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ് എന്നാണ്. അപ്പോൾ അവിടെ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അയിമ്മത്തുകൾ ആരെങ്കിലും ഒക്കെ ബിദ്അത്തുൻ ഹസന എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അത് ഭാഷാപരമായ ഒരു അർത്ഥത്തിൽ ഉപയോഗിച്ചതാണ്. അത് നേരത്തെയുള്ള കാര്യങ്ങൾ തന്നെ അത് പിന്നെ ആരെങ്കിലുമൊക്കെ അത് കൊണ്ടുവരികയാണ് എങ്കിൽ അതിനെ മാത്രമാണ് ഉപയോഗിച്ചത്. തൊട്ട് മുമ്പ് കാലത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ കാലമായിട്ട് ആർക്കും തറാവീഹ് ഒന്നും അറിയില്ല. തറാവീഹ് നിസ്കാരം ഒന്നും ആരും നടത്തുന്നൊന്നുമില്ല. ഇശാഇന് റമദാനിലൊക്കെ പിരിഞ്ഞു പോവാണ്. അപ്പോൾ ഒരു പണ്ഡിതൻ, അറിവുള്ള ഒരാൾ, അയാൾ പറഞ്ഞു, അല്ല ഇത് ശരിയല്ല കേട്ടോ, റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നിസ്കരിച്ചിരുന്നു, തറാവീഹ് നിസ്കരിച്ചിരുന്നു, അപ്പോൾ നമുക്ക് പള്ളിയിൽ തന്നെ വെച്ച് നിസ്കരിക്കണം, വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ പോരാ എന്ന് പറഞ്ഞിട്ടൊരു മസ്ജിദിൽ ഒരാൾ തറാവീഹ് കൊണ്ടുവന്നാൽ അതിന് ഭാഷാപരമായി ബിദ്അത്തുൻ ഹസനയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം, ഭാഷാപരമായി. കാരണം ഈ കാലഘട്ടത്തിൽ തൊട്ടടുത്ത് ആരും നിസ്കരിച്ചിട്ടില്ല, അതിപ്പോൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ പുതുതായി ഒരു നിസ്കാരം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഇമാം നവവി റഹിമഹുല്ലാഹി പോലുള്ള ആളുകൾ എന്താ പറഞ്ഞത്, അത് മുൻകറത്തായ ബിദ്അത്താണ്, ഖബീഹത്താണ് എന്നാണ് പറഞ്ഞത്. അതല്ലാതെ അത് ബിദ്അത്തുൻ ഹസനത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾക്കൊന്നുകൂടി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ സ്വഹാബികളുടെ പ്രവർത്തനത്തിലേക്ക് എടുത്തു നോക്കൂ. സ്വഹാബികളിൽ ചിലർ ഒരു മസ്ജിദിലേക്ക് പോകുമ്പോൾ അവിടെ ചില ആളുകൾ വട്ടം ഇട്ടുകൊണ്ട് ദിക്ർ ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ പോലെയുള്ള നല്ല നല്ല ദിക്റുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്റുകളെ കുറിച്ച് പറഞ്ഞ ശ്രേഷ്ഠതകൾ നിങ്ങൾ കേട്ടാൽ അത്രയും അത്ഭുതം ഉണ്ടാക്കുന്ന, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രാവർത്തികമാക്കേണ്ടതായ ദിക്റുകളാണ്. ശരി, അവിടെ ഒരു 100 പ്രാവശ്യം പറയാൻ വേണ്ടി കബ്ബിറൂമി ആ, ഹല്ലിലൂമി ആ, സബ്ബിഹൂമി ആ എന്ന് പറഞ്ഞ ഒരാൾ കല്ലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വട്ടം കൂടി ദിക്റല്ല, ദിക്ർ ഹൽക്ക, വേറൊന്നുമല്ല, ദിക്ർ ഹൽക്ക തന്നെ ഉണ്ടാക്കുകയാണ്. ഇത് കണ്ട മഹാന്മാരായ സഹാബികൾ എന്താണ് പറഞ്ഞത്? ഇത് ബിദ്അത്തുൻ ഹസനത്താണ് എന്നാണ്, ദീനിലുള്ളതാണ് അല്ലേ, ഇവന്റെ വാദപ്രകാരം ദിക്ർ ദീനിലുള്ളതല്ലേ, അത് ദീനിലുള്ളതല്ലേ, ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തെ അത് ബിദ്അത്തുൻ ഹസനത്താണെന്നാണോ സഹാബികൾ പറഞ്ഞത്? അല്ല. സഹാബികൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, സഹോദരങ്ങളെ, വളരെ ശക്തമായി അവരെ വിമർശിക്കുകയാണ്. അവരോട് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടുത്തെ പാത്രം പൊട്ടിപ്പോയിട്ടില്ല, വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല, അപ്പോഴേക്കും നിങ്ങൾ ദലാലത്തിന്റെ വാതിലുകൾ തുറക്കുകയാണോ എന്നാണ് സഹാബികൾ ചോദിക്കുന്നത്. എന്താണ് ദലാലത്തിന്റെ വാതിലുകൾ? കാരണം ഈ പറയുന്ന ബിദ്അത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് മസ്ജിദുൻ നബവിയിൽ ഈ നിലക്ക് സ്വഹാബികളെയും കൂട്ടിയിട്ട് ഒരു ദിക്ർ ഹൽക്ക നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ അതിനെ ശക്തമായ ഭാഷയിൽ എതിർത്തത്, ശക്തമായ ഭാഷയിൽ വിമർശിച്ചത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങളെ മറ്റു തെളിവുകൾ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വസ്തുതാപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ അവനവൻ്റെ വിഷയങ്ങൾക്ക് തെളിവ് ഉദ്ധരിക്കാൻ വേണ്ടി ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുകയോ ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുകയോ അതല്ലെങ്കിൽ അയിമ്മത്തുകളെ വാക്കുകളെ അവരുദ്ദേശിക്കാത്ത രൂപത്തിൽ വ്യാഖ്യാനിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ അവരോടുള്ള അനാദരവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റഹിമഹുല്ലയും ഇമാം നവവി റഹിമഹുല്ല ഒക്കെ ബിദ്അത്തുൻ ഹസനത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ല പറഞ്ഞതുപോലെ അത് ഭാഷാപരമായ ബിദ്അത്ത് മാത്രമാണ്. അതല്ല ദീനിൽ പുതിയൊരു നിസ്കാരത്തിന്, ദീനിൽ പുതിയൊരു അമൽ, ദീനിൽ പുതിയൊരു ആഘോഷം അല്ലെങ്കിൽ നബിദിനം ഒന്നുമല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഇവരാരെങ്കിലും നബിദിനം ബിദ്അത്തുൻ ഹസനത്താണ് എന്ന് പറഞ്ഞതിന് തെളിവ് കൊണ്ടുവരണം. അതാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതല്ലാതെ അവർ പറഞ്ഞ ഇത്തരം ചർച്ചകളെ അവിടുന്ന് അനവസരത്തിൽ അടർത്തിയെടുത്ത് ആളുകൾക്കിടയിൽ ദുർവ്യാഖ്യാനിക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് ആളുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളിലൊന്നും നമ്മൾ വീണുപോകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, ഇത് പഠിപ്പിച്ചിട്ടില്ല. ആ കാര്യം ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഫത്വയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്, വഖദ് അമറല്ലാഹു തആല ഇൻദ തനാസുഇ ബിർറുജൂഇ ഇലാ കിതാബിഹി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന എന്താണ് ബിർറുജൂഇ ഇലാ കിതാബിഹി, അവന്റെ കിതാബിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഫഖാല തആല ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ വല്ല കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ മുഅ്മിനീങ്ങൾ മുഴുവൻ മുസ്ലിമീങ്ങളോടാണ് ഈ പറയുന്നത്, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടങ്ങണം. അത് അല്ലാഹുവിന്റെ കിതാബുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുണ്ട്, ഇതിലേക്ക് മടങ്ങണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റ് തട്ടിപ്പുകളല്ല, തോന്നിയതുപോലെയല്ല, ഇതാണ് ചെയ്യേണ്ടത്. വലം യഅ്മുർ ബിത്തിബാഇൽ ജാഹിലീൻ,
നബി റഹിമുള്ള പറയാണ്, ജാഹിലിങ്ങളെ പിൻപറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. വല ബിൽഇഗ്തിറാരി ബിഗലതാത്തിൽ മുഖ്തിഈൻ, തെറ്റുപറ്റിയ ആളുകളുടെ തെറ്റിനെയും നിങ്ങൾ പിൻപറ്റരുത്. കാരണം ഇതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട്, ഈ സലാത്തുർ റഗായിബ് ഒക്കെ ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിലും അതേപോലെ തന്നെ ഉള്ള കൂത്തുൽ കുലൂബിലും ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പരാമർശിച്ചു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാക്കേണ്ടതില്ല എന്നുള്ളത് ഹാഫിദുൻ നവവി റഹിമഹുള്ള നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പം വായിക്കാനിട്ടാണ്. അപ്പോൾ അദ്ദേഹം അവസാനം ആ കാര്യം എടുത്തു പറയണം. അതുകൊണ്ട് അബദ്ധം പറ്റിയ പണ്ഡിതന്മാരെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ജാഹിലീങ്ങളോ അല്ല നിങ്ങൾ പിൻപറ്റേണ്ടത്. നിങ്ങൾ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ് മടക്കേണ്ടത് എന്ന മുസ്ലിമീങ്ങളുടെ അടിസ്ഥാന തത്വം ഹാഫിദുൻ നവവി റഹിമഹുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അയിമ്മത്തുകൾക്കില്ലാത്ത ഇത്തരം അഭിപ്രായങ്ങൾ ആരെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലും അടർത്തി പ്രചരിപ്പിക്കുമ്പോൾ അതൊക്കെ അയിമ്മത്തുകളുടെ മാതൃകയിലാണ് നമ്മളുള്ളത് എന്ന് ആരും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ വലാലത്തിൻ്റെ വഴികേടിൻ്റെ വഴിയിൽ തുടരരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.